ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വഴുതനങ്ങ മോരുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ വഴുതനങ്ങ കഴുകിയത് നമ്മൾ മാറ്റി വെച്ചേക്കുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഏത് രീതി വേണേൽ കട്ട് ചെയ്യാവേ. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇട്ടാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പിടണം. ഉപ്പും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുക. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുക. നല്ല എരിവൊക്കെ വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ ഇടാം കേട്ടോ. ഞാനിവിടെ കുറച്ച് എടുത്തുള്ളൂ. ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ പാനിൽ ഒഴിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ, എണ്ണയൊക്കെ ചൂടായതിന് ശേഷം മാത്രം ചെറിയ ചെറിയ കഷ്ണങ്ങൾ നമ്മൾ ചെറുതായിട്ട് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ചെറുതായിട്ട് എടുത്തെടുത്ത് വെക്കുക. ഇനി നമുക്ക് മോര് തയ്യാറാക്കാൻ വേണ്ടി ചെറിയൊരു പാത്രത്തിലേക്ക് മോരിടുക. മോരിട്ടിട്ട് നന്നായിട്ട് നമ്മളതിൻ്റെ കട്ടയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് ചേർത്ത് നമ്മൾ നന്നായിട്ട് ഉടയ്ക്കണം കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വഴുതനങ്ങ എടുത്ത് നമ്മൾ നന്നായിട്ട് ഉടഞ്ഞു പോകാത്ത രീതിയിലൊക്കെ വെക്കുക. നമ്മുടെ വഴുതനങ്ങ മോരുകറിയുടെ പ്രധാന ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? താളിക്കലല്ലേ. അപ്പം നമ്മൾ ചെറിയ പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഉള്ളി ചെറുതായിട്ട് അരിയുക. പിന്നെ കുറച്ച് വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യത്തിന് മുളക് ഇനിയും വേണമെന്ന് ഉള്ളവർക്ക് ഇച്ചിരിയും കൂടെ നമ്മൾ താളിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു മുളക് പൊടിയൊക്കെ ഇടുക കേട്ടോ. അത് ഒരുപാടൊന്നും ആകല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് റെഡ് കളർ ആകുന്ന വരെ ചെറുതായിട്ട് നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഏകദേശം റെഡിയായി നമ്മൾ റെഡ് കളറൊക്കെ ആയി കഴിയുമ്പോൾ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോരിലേക്ക് ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, വഴുതനങ്ങ ഒന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ മോരുകറി റെഡിയായിട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.